എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യം. Hebrew chapter 4 verses 14 and 15. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. 15-ാമത്തെ വാക്യം പറയുന്നു, നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി. പാപമൊഴികെ സർവത്തിലും നിങ്ങൾക്ക് എനിക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്ക് ഉള്ളത്. അതുകൊണ്ട് ആ കാരണം കൊണ്ട്, ആ റീസൺ കൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരും കേൾക്കുന്നുണ്ടാകാം. എല്ലാവരോടും ഈ ഭാഗത്ത് നിന്ന് സ്നേഹത്തോടെയും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തോടുള്ള ബഹുമാനത്തോടെയും ആദരവോടെയും ഞാൻ അറിയിക്കട്ടെ. 14-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദത്തം, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമുക്ക് ഉള്ളത് കൊണ്ട്. We have a great high priest. His name is Jesus Christ. ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് സ്വന്തമായുണ്ട്, നമുക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അപ്പോ യേശു ക്രിസ്തുവിനെ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഇവിടെ ഒരു ശ്രേഷ്ഠ പുരോഹിതനായി, ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റായി പരിശുദ്ധാത്മാവ് തനിക്ക് കൊടുത്ത വെളിപ്പാടിലൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു സത്യം, എന്തായിരുന്നു ഈ ഹൈ പ്രീസ്റ്റ്, ഗ്രേറ്റ് പ്രീസ്റ്റ് അല്ലെങ്കിൽ ശ്രേഷ്ഠ പുരോഹിതൻ പഴയ നിയമ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്തായിരുന്നു? ഇത് ചെറുപ്പക്കാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് ഒത്തിരി തിയോളജിയോ എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം അധ്യായം ഒന്നും വായിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. അത് വായിച്ചു നോക്കിയാൽ പുരോഹിതന്റെ ശുശ്രൂഷകളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ ലളിതമായി പറയുന്നു, ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി പുരോഹിതൻ ആട്ടുകൊറ്റന്റെയോ കാളക്കിടാവിന്റെയോ രക്തവുമായി അതിവിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിച്ച് ദൈവസന്നിധിയിൽ ഇത് അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കപ്പെടുമ്പോൾ വ്യക്തികളുടെ കൂടി വന്നവരുടെ പേര് പറഞ്ഞ് ഈ രക്തം പുരോഹിതൻ തളിക്കുമ്പോൾ, അതിനാൽ ആ പുരോഹിതൻ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് നിശ്ചയിക്കുന്ന ഒരു കാലത്തേക്ക്, ചില നാളത്തേക്ക് അവരുടെ പാപങ്ങൾ വിമോചിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിലനിന്നിരുന്ന ഒരു ശുശ്രൂഷയും ഒരു കർമ്മവും ഒരു ദൈവികമായ ഇടപെടലുമായിരുന്നു. എന്നാൽ ഇവിടെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. പുതിയ നിയമത്തിലെ മീഡിയേറ്റർ, ന്യൂ ടെസ്റ്റ്മെന്റ് മീഡിയേറ്റർ, മധ്യസ്ഥൻ, പുരോഹിതൻ, ഹൈ പ്രീസ്റ്റ്, ഗ്രേറ്റ് പ്രീസ്റ്റ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ പരിഹരിച്ചത് കാളക്കിടാവിൻ്റെയും ആട്ടുകൊറ്റന്റെയും പശുക്കിടാവിൻ്റെയും രക്തത്തിലല്ല, ഒരിക്കലായി എന്നേക്കുമായി നമ്മുടെ പാപങ്ങളെ യേശു ക്രിസ്തു വിമോചിപ്പിച്ചത് തൻ്റെ സ്വന്തം രക്തത്താലാണ്, തൻ്റെ പരിശുദ്ധമായ രക്തത്താലാണ്. എബ്രായർ 12:24 ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ്. ആ രക്തത്തിൻ്റെ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. 1 പത്രോസ് 1:19 എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ വീണ്ടെടുക്കുന്ന രക്തമാണ്. പൊന്ന്
വെള്ളി, അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മളെ വീണ്ടെടുത്തത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പോ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ തൻ്റെ ജീവനെ നമുക്ക് നൽകിയ, തൻ്റെ രക്തം നിങ്ങൾക്ക് നൽകിയ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ, നിങ്ങളെ വീണ്ടെടുത്ത ശോഭനമായ അനുഗ്രഹപൂർണമായ ഒരു ഭാവി നിങ്ങൾക്ക് തരുവാൻ, നിങ്ങളുടെ ജീവിതം ഏറ്റവും സൗന്ദര്യപൂർണമാകുവാൻ, ബ്യൂട്ടിഫുൾ ആകുവാൻ, ബ്ലെസ്ഡ് ആകുവാൻ നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ഒരു യേശുവിനെ കുറിച്ച് പൗലോസ് അവിടെ പറയുന്നു. അവിടെ ആ എഴുതിയിരിക്കുന്ന വാക്യം ചെറുപ്പക്കാരെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇന്ന് ഈ യൂത്ത് മീറ്റിംഗ് ആണെന്ന് എനിക്കറിയാം, ഞാൻ വീണ്ടും പറയുന്നു, മറ്റുള്ളവരും കാണുന്നെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കണം. അവിടെ പൗലോസ് പറയുന്നു, മഹാപുരോഹിതനായ യേശു നമുക്കുള്ളത് കൊണ്ട്, ഹല്ലേലൂയ. എന്നിട്ട് 15-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ. കണ്ടോ, അവിടെയും എനിക്കുള്ള, നമുക്കുള്ള, നിങ്ങൾക്കുള്ള എന്ന പദം അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വന്തമെന്ന് പറയാൻ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുമോ? യേശു എൻ സ്വന്തം, ഹല്ലേലൂയ, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ കണ്ടാലും സർവവും പുതുതായി. എന്താണ് നമുക്ക് പ്രിയപ്പെട്ടവരെ സ്വന്തമെന്ന് പറയാനുള്ളത്? ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ എൻ്റെ ദൈവം മതി. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, നശ്വരമാണ്. പക്ഷേ നാം സേവിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന കർത്താവ് അനശ്വരനായ ദൈവമാണ്. ആമീൻ. അവൻ ആദിയില്ല, അവൻ അന്തമില്ല, അവൻ ആദിയും അവസാനവുമില്ല. അവൻ ആൽഫയും ഒമേഗയുമാണ്. അവൻ അത്ഭുത മന്ത്രിയും വീരനായ ദൈവമാണ്. അവൻ സകലത്തെയും ചമച്ചവനാണ്. അവൻ സകലത്തിലും ആദ്യജാതനാണ്. അവൻ സ്രഷ്ടാവായ ദൈവമാണ്. അങ്ങനെങ്കിൽ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നെന്നെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട കാര്യം, ഭാവിയെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ വ്യക്തിപരമായ ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ചോ പഠനത്തെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചു, പാപങ്ങൾ സംഭവിച്ചു, വീഴ്ചകൾ സംഭവിച്ചു, കുറവുകൾ ഉണ്ടായി, അല്ലെങ്കിൽ ദൈവഹിതമില്ലാത്ത വഴികളിൽ നിങ്ങൾ യാത്ര ചെയ്തു, മാതാപിതാക്കളെ നിങ്ങൾക്ക് അനുസരിക്കുവാൻ കഴിഞ്ഞില്ല, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടായിപ്പോയി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ഇനിയിപ്പം പ്രാർത്ഥിക്കുന്നില്ല, ഇനിയിപ്പം ദൈവത്തോട് അടുക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ ദൈവവഴിയിലല്ലല്ലോ ജീവിക്കുന്നത്, ഞാനിപ്പോൾ ദൈവവചനത്തിലല്ലല്ലോ നിൽക്കുന്നത്, എനിക്കിപ്പോൾ ഈ കർത്താവുമായിട്ട് അങ്ങനെ ആഴമായ ബന്ധമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് പിശാചി നിങ്ങളെ പിന്നിലേക്ക് വലിക്കുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. എന്തെങ്കിലും ഒരു ബലഹീനത നിങ്ങൾക്കുണ്ടോ? ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ചിലതിനെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ കഴിയുന്നില്ലേ? നിങ്ങൾ തന്നെ പറയുന്നു, ഐ കാണ്ട് ഓവർകം ദാറ്റ് സിറ്റുവേഷൻ, ഐ കാണ്ട് ഓവർകം ദാറ്റ് സിൻഫുൾ തിങ്സ്, ഐ കാണ്ട് ഓവർതിങ്ക് മൈ പാസ്റ്റർ, ഐ കാണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല യേശു. ഹല്ലേലൂയ. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. വീണ്ടും പറയുന്നു, നമുക്കുള്ളത് നിങ്ങളുടെ കർത്താവ്, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ല ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിൽ വിശ്വസിക്കുവാൻ, യേശുവിൽ വിശ്വസിക്കുവാൻ, അവനിൽ ആശ്രയിക്കുവാൻ, അവനെ അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ, നിങ്ങളുടെ പാപത്തിൽ നിന്നും
നിങ്ങളുടെ രോഗത്തിൽ നിന്നും, നിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അത് വളരെ സത്യമായ കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ യാത്രകൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിൽ മീറ്റിങ്ങിനായി കടന്നു പോകും. അപ്പോൾ ആ രാജ്യത്ത് മീറ്റിംഗ് നടത്തുന്ന പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ അവിടെ ഉള്ളവര്, ഞാൻ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് എന്നെ വിളിച്ചറിയിക്കും, പാസ്റ്ററെ നല്ല തണുപ്പുണ്ട്, കുറച്ച് തണുപ്പിനെ പ്രതിരോധിക്കുവാനുള്ള കുറച്ച് വസ്ത്രങ്ങൾ കൂടെ കരുതിക്കൊള്ളണം, ജാക്കറ്റ് കരുതിക്കൊള്ളണം എന്നവർ പറയും. എന്തുകൊണ്ടാണ് അവരെന്നെ വിളിച്ച് ജാക്കറ്റ് കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞത്? അവർ ആ തണുപ്പിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. അവർ ആ തണുപ്പിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. അപ്പോൾ അവർ പറയുന്നു, താങ്കൾ ഇവിടെ വരുമ്പോൾ താങ്കൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ, ആ അതിശൈത്യത്തെ ഓവർകം ചെയ്യാൻ കഴിയണമെങ്കിൽ, തണുപ്പ് കാലത്ത് അതിനെ ഓവർകം ചെയ്യാനുള്ള ജാക്കറ്റുകൾ കൂടെ കരുതണം. ഏത് വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഇത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പിടികിട്ടിയോ? തണുപ്പ് രാജ്യത്തുള്ളവന് ആ തണുപ്പിനെ പ്രതിരോധിക്കുന്നത് പോലെ, അവൻ അതിലൂടെ കടന്നു പോകുന്നത് പോലെ, വേറൊരാൾക്ക് അതിനെ എങ്ങനെ പ്രതിരോധിക്കാന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ, ഹീറ്റർ ഓണാക്ക്. ഇതുപോലെ തന്നെ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി കടന്നുപോയ ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അല്ലാതെ സ്വർഗത്തിൽ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരുന്നിട്ട്, ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടെ അവനെ പോയി അങ്ങോട്ട് ചെന്ന് കാണേണ്ടതായ ഒരു സാഹചര്യമൊന്നും അല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന്, നിങ്ങൾ മനസ്സിലാക്കണം ചെറുപ്പക്കാരെ, മനുഷ്യരുടെ കൂടെ അവൻ പാർത്തു, മനുഷ്യരുടെ കൂടെ അവൻ നടന്നു, മനുഷ്യരോടൊപ്പം അവൻ ഭക്ഷിച്ചു. ശിഷ്യന്മാരുടെ കൂടെ യേശു നടക്കുമ്പോൾ ആരാണ് ഈ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നേ? ദൈവമാണ്. ദൈവത്തിന്റെ സ്പീഡ് എന്താ? ദൈവത്തിന്റെ സ്പീഡ് പ്രകാശത്തെക്കാൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. കാരണം പ്രകാശം അവന്റെ വാക്കിന്റെ സൃഷ്ടിയാണ്. അങ്ങനെങ്കിൽ പ്രകാശത്തെക്കാൾ വേഗതയുള്ളവനാണ് ദൈവം. ആ ദൈവം മനുഷ്യന്റെ വേഗതയിലേക്ക് വന്നു. അതായിരുന്നു യേശു ക്രിസ്തു. ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അതായിരുന്നു യേശു ക്രിസ്തു. 100 കിലോമീറ്റർ പോലും ആ കർത്താവ് യാത്ര ചെയ്തില്ല. പക്ഷെ അവനെ അറിഞ്ഞവർ, അവനെ ആരാധിക്കുന്നവർ, അവന്റെ മക്കൾ അവന്റെ വചനവുമായി ലോകത്തിന്റെ 5 വൻകരകളിലും യാത്ര ചെയ്യുന്നു. കാരണം ഇവിടുന്ന് 10,000 കിലോമീറ്റർ അപ്പുറത്തും യേശുവിന് ആൾക്കാരുണ്ട്. ഏത് ഭൂഖണ്ഡത്തിൽ ചെന്നാലും യേശുവിന് ജനമുണ്ട്. ഏത് പട്ടണത്തിൽ ചെന്നാലും യേശുവിനെ ഉയർത്തുന്നവരുണ്ട്. യേശുക്രിസ്തു ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. പക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ച് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു തന്നെ കുറിച്ച് ഒരു പാട്ടുകളും എഴുതിയിട്ടില്ല. പക്ഷെ യേശുവിനെ കുറിച്ച് കോടിക്കണക്കിന് പാട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലക്ഷക്കണക്കിന് പാട്ടുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ, ഈ 2018-19 വർഷങ്ങളായി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായവനാണ് യേശു. റിജക്ഷന്റെ പെയിൻ യേശുവിനറിയാം. He was rejected many places. കുത്തുവാക്കിന്റെ വേദന എന്താന്ന് യേശുവിനറിയാം. യേശു അത് അനുഭവിച്ചിട്ടുണ്ട്. ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അതിന്റെ പെയിൻ എന്താന്ന് യേശുവിനറിയാം. യേശു ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട്. വിശപ്പ് എന്താണെന്ന് യേശുവിനറിയാം. യേശുവിന് വിശന്നിട്ടുണ്ട്. ദാഹം എന്താണെന്ന് യേശുവിനറിയാം. ക്രൂശിൽ അവൻ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. അവന് ദാഹിച്ചിട്ടുണ്ട്. അടിയുടെ വേദന എന്താണെന്നും ശരീരം മുറിഞ്ഞാൽ അതിന്റെ പെയിൻ എന്താണെന്നും അവനറിയാം. ശാരീരിക ബുദ്ധിമുട്ടുകളുടെ അസ്വസ്ഥതകൾ എന്തെന്ന് അവനറിയാം. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ബഹുമാനം കൊണ്ടും നമുക്കുള്ള സ്നേഹം കൊണ്ടും ആദരപൂർവം നമ്മളെല്ലാരും യേശുപ്പച്ച യേശുപ്പച്ച എന്നൊക്കെ വിളിക്കുന്നു, അല്ലേ? അപ്പാ, യേശു അപ്പച്ച. പക്ഷെ യേശു ഈ ഭൂമിയിൽ അപ്പച്ചനല്ലായിരുന്നു എന്ന സത്യം നിങ്ങൾക്കറിയുമോ? ചെറുപ്പക്കാരിത് കേൾക്കുന്നുണ്ടോ?
30 വയസ്സുള്ളവൻ അപ്പച്ചനാണോ? 33.5 വയസ്സിൽ ക്രൂശിൽ പരമയാഗമാകുന്ന കർത്താവ്, 33.5 വയസ്സുള്ളവർ എന്നെ കേൾക്കുന്നു, 30 വയസ്സുള്ളവർ എന്നെ കേൾക്കുന്നു, 27, 28 വയസ്സുള്ളവർ എന്നെ കേൾക്കുന്നു. യേശു കർത്താവ് തൻ്റെ രക്തം നൽകിയത് 33.5 വയസ്സിലാണ്. യേശു കർത്താവ് തൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് 30ാമത്തെ വയസ്സിലാണ്. നമ്മളെല്ലാവരും കൂടെ യേശു അപ്പച്ചാ അപ്പച്ചാ എന്ന് വിളിക്കുമ്പോൾ വടിയും കുത്തി നടക്കുന്ന ഒരു വല്യപ്പനല്ലായിരുന്നു, ഒരു അപ്പച്ചനല്ലായിരുന്നു യേശു ഈ ഭൂമിയിൽ. നിങ്ങളെ പോലെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായി ആ യൗവന പ്രായത്തിൽ 30ാമത്തെ വയസ്സിൽ യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. ഇന്നത്തെ കാലത്തെ ചിലരൊക്കെ പറയുന്നത് പോലെ അന്നത്തെ ന്യൂ ജനറേഷൻ ആയിരുന്നു യേശു. 30 വയസ്സുള്ള ഒരു ശുശ്രൂഷകനെ നോക്കി, 31 വയസ്സുള്ള ഒരു ശുശ്രൂഷകനെ നോക്കി, 33 വയസ്സുള്ള ഒരു ശുശ്രൂഷകനെ നോക്കി, അവരൊക്കെ ന്യൂ ജനറേഷൻ ആണെന്ന് പറയുന്നെങ്കിൽ ആ കാലത്തെ ന്യൂ ജനറേഷൻ ആയിരുന്നു യേശു. 33ാമത്തെ വയസ്സിൽ, 32ാമത്തെ വയസ്സിലൊക്കെ അന്ധന്റെ കണ്ണ് തുറക്കുന്ന, ചെകിടന്റെ ചെവിയെ കേൾപ്പിക്കുന്ന, ഊമരെ സംസാരിപ്പിക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്ന, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും കൊടുക്കുന്ന, കടലിന് മുകളിലൂടെ നടക്കുന്നവനായ, കൂനിയായ സ്ത്രീയെ നിവർത്തുന്നവനായ, അത്ഭുതങ്ങളുടെ ദൈവമായി ഭൂമിയിൽ പിതാവിന്റെ ഹിതം നിർവഹിച്ച പുത്രനെയാണ് ഞങ്ങൾ ഈ വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, സഹോദര സഹോദരി, ഈ യൂത്ത് മീറ്റിംഗിൽ പറയട്ടെ, നിങ്ങളെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിയും, നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ യേശുവിന് കഴിയും. ഈ വിശപ്പ് എന്താന്ന് അറിഞ്ഞവനോട് മാത്രമേ വിശപ്പിനെ കുറിച്ച് സംസാരിക്കാവൂ. പട്ടിണി എന്താന്ന് അറിഞ്ഞവനോട് മാത്രമേ പട്ടിണിയെ കുറിച്ച് സംസാരിക്കൂ. ഈ യാത്രകൾ ചെയ്യാത്തവരുണ്ട്, ഒട്ടും യാത്ര ചെയ്യാതെ വീട്ടിൽ മാത്രം ഇരിക്കുന്നവരുണ്ട്, ജസ്റ്റ് കടയിൽ പോയി ചില സാധനം വാങ്ങിച്ച് വരുന്നവരുണ്ട്. അപ്പൊ അവരുടെ വീട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് വരുമ്പം നമ്മൾ പറയാം, നമ്മൾ 9 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ നമ്മൾ എറണാകുളത്ത് MG റോഡിലൂടെ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പത്തടിപ്പാലത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിളിച്ചു പറയാണ്, ബ്രദറെ ഞങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ, ഞങ്ങൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കിലാണെന്ന് പറയുന്നെങ്കിൽ, അല്ലെ 2 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ, ഞങ്ങൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കിലാണെന്ന് പറയുമ്പോൾ ആ ട്രാഫിക് ബ്ലോക്ക് എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ ട്രാഫിക് ബ്ലോക്കിൽ കിടന്നവനെയും കൊണ്ടേ പറ്റുള്ളൂ. ട്രാഫിക് ബ്ലോക്കിൽ കിടന്നിട്ടില്ലാത്തവനോട് ട്രാഫിക് ബ്ലോക്കിലാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾ എന്താ വൈകുന്നത്, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കും. ഇതുപോലെ തന്നെ വിശപ്പറിഞ്ഞവനെ വിശപ്പെന്തെന്നറിയൂ, ദാഹം അറിഞ്ഞവനോട് ദാഹത്തിന്റെ കാര്യം സംസാരിക്കും. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ആത്മസാന്നിധ്യത്തെയും അറിഞ്ഞവനോട് വേണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ. മനസ്സിലായില്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഈ 8ാം ക്ലാസ് തോറ്റവനോട് എനിക്ക് സിവിൽ സർവീസിന്റെ എക്സാം എഴുതാൻ താല്പര്യമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സത്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ ആരെയും കുറച്ച് പറയുന്നതല്ല, വിദ്യാഭ്യാസത്തെക്കുറിച്ചും പറയുകയല്ല. ഞാൻ പറഞ്ഞത്, ഒരു ഡോക്ടർക്ക് മാത്രമേ മെഡിസിന് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഒരു നല്ല ഒരു മെന്റർഷിപ്പ് നമുക്ക് തരാൻ പറ്റുള്ളൂ. സിവിൽ സർവീസ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്നെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കുന്നവർ, അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ, ഒരു IPS ഓഫീസർ, അല്ലെങ്കിൽ ആ നിലകളിൽ ആ തസ്തികയിലുള്ളവരോട് സാറേ ഇതെങ്ങനെയാ ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അനുഭവം ഉള്ളവർ പറഞ്ഞു തരും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അനുഭവം ഉള്ളവര് അനുഭവ സാക്ഷ്യം പറയണം, സാക്ഷ്യമുള്ളവര് സാക്ഷ്യം പറയണം. വണ്ടി ഓടിക്കാൻ അറിയാവുന്നവര് വണ്ടി പഠിപ്പിക്കണം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, വണ്ടി ഓടിക്കാൻ അറിയാത്തവരാണ് ഇന്ന് കൂടുതലും വണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്ക് അതിൻ്റെ സെന്ററുകൾ വരെ ഉണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ യേശു അങ്ങനെ അല്ലായിരുന്നു. യേശു കർത്താവ് എല്ലാ വേദനകളിലൂടെയും, എല്ലാ റിജക്ഷനിലൂടെയും, എല്ലാ അവസ്ഥകളിലൂടെയും, എല്ലാ അനുഭവങ്ങളിലൂടെയും കർത്താവ് കടന്നുപോയി. പാപമൊഴികെ അവൻ സകലത്തിലും നിങ്ങൾക്കും എനിക്കും തുല്യനായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെങ്കിൽ, എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന്, കൃപാസനത്തിന് അരികിലേക്ക് ചെന്ന്, യേശുവപ്പാ എനിക്കിങ്ങനൊരു അബദ്ധം പറ്റി, എന്നിൽ ഇങ്ങനൊരു കുറവുണ്ടായി, എന്നിൽ ഇങ്ങനൊരു വീഴ്ച സംഭവിച്ചു എന്ന് ഹൃദയ പരമാർത്ഥതയോടെ
തുറന്നു പറഞ്ഞാൽ ആ കർത്താവിന് നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയും. മനസ്സിലാക്കുക മാത്രമല്ല, യേശു പാപമില്ലാത്തവനാകയാൽ, അവൻ പാപികളുടെ രക്ഷകനാകയാൽ അവന് നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ആ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവന് സ്വാതന്ത്ര്യം തരുവാൻ കഴിയും. അതുകൊണ്ടാണ് 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനരികിലേക്ക് വരിക. Let us therefore come boldly to the throne of grace. കർത്താവ് ഇരിക്കുന്ന ചെയറിന്റെ പേരെന്നാണെന്നറിയാമോ? കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തിന്റെ പേര് ത്രോൺ ഓഫ് ഗ്രേസ്, കൃപയുടെ സിംഹാസനം. നമ്മള് ഈ VVIPസും VIP കളും ഒക്കെ ചില പ്രോഗ്രാമിന് പോകുമ്പോൾ അവരുടെ കസേരയ്ക്കകത്ത് അവരുടെ പേരും അവരുടെ പൊസിഷനും എഴുതി വെച്ചിരിക്കും. കണ്ടിട്ടുള്ളവർക്കറിയാം. അവർക്കാണ് ആ ചെയർ ഇട്ടിരിക്കുന്നത്. അപ്പം ചീഫ് മിനിസ്റ്റർ ഇന്ന പേര്, പ്രസിഡന്റ് ഇന്ന പേര്. അവർ ആ പ്രോഗ്രാമിന് അവർ വരുമ്പം അവരാണ് ആ ചെയറിൽ വന്നിരിക്കുന്നത്. വേറെ ആർക്കും അവിടെ ഇരിക്കാൻ നോക്കില്ല. ഇതുപോലെ യേശു കർത്താവിൻ്റെ സിംഹാസനത്തിനൊരു ടൈറ്റിൽ ഉണ്ട്, ഒരു പേരുണ്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ത്രോൺ ഓഫ് ഗ്രേസ്, കൃപയുടെ സിംഹാസനം. അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗ്രേസ്? അത് പറഞ്ഞിട്ട് വേണമല്ലോ ബാക്കി പറയാൻ. എന്താ ഈ കൃപയെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏത് സമയത്തും സഹായം ലഭിക്കുവാൻ ധൈര്യപൂർവം കൃപയുടെ സിംഹാസനത്തിനരികിലേക്കല്ലേ വരുന്നത്, കർത്താവിന്റെ പാദപീഠത്തിൽ. എന്താണ് ആ ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ? കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഒറ്റ വാക്യത്തിൽ പറയാം. റോമൻസ് ചാപ്റ്റർ 11, 11-ാം അധ്യായം, അതിൻ്റെ 5, 6, 7 വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. അവിടെ എഴുതിയിരിക്കുന്നു, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ബൈ ഗ്രേസ് it is no longer on the basis of works. Otherwise, grace is no longer grace. The grace mean unmerited favor. Hallelujah. എന്താണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് not because of your works. That is not basis of your works. ദൈവത്തിന്റെ കൃപ നിങ്ങൾ എന്തോ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളാൽ ഉളവാക്കപ്പെടുന്നതല്ല. ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത് അത് സൗജന്യമാണ്, അത് അൺമെറിറ്റഡ് ആണ്. അതിനെ ഈ ഭൂമിയിലെ ഒന്നും കൊണ്ടും വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ല പ്രിയപ്പെട്ടവരെ. പൗലോസ് പറയുന്നു, അത് കർത്താവിൻ്റെ സ്നേഹമാണ്. അവൻ്റെ കൃപയെന്ന് പറയുന്നത് തന്നെ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ യേശുവപ്പാടെ സ്നേഹം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്ററെ, ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ, ബ്രദറെ ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ നിൽക്കുന്നു എന്ന് പറയുന്നത് മറ്റെന്തോ അല്ല. കർത്താവ് ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവൻ്റെ സ്നേഹം അല്പം പോലും എന്നിൽ കുറഞ്ഞു പോയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. എപ്പോഴും മനസ്സിലാക്കണം, ആ കൃപയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളെ സഹായിക്കുന്നത്. എപ്പോഴും ഒരു പാപിയെ സഹായിക്കുന്നത് യേശുവിൻ്റെ കൃപയാണ്. അതുകൊണ്ടാണ് ഇവിടെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിന്. അവിടെ സഹായം എന്നുള്ള പദം കണ്ടോ? സഹായിക്കുന്നത് എന്താണ്? കൃപ. സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി. അപ്പോൾ ഒരു സിൻഫുൾ ആയിട്ടുള്ള ലൈഫ് നയിക്കുന്ന ഒരാളിനെ, ഒരു പാപിയെ, ഒരു പരാജിതനെ, ഒരു തകർന്ന മനുഷ്യനെ സഹായിക്കുന്ന എന്താണ്? യേശുവിന്റെ കൃപ. ഞാൻ അങ്ങനെ ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം. ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 8, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഒലിവ് മലയിൽ ഒരു ദേവാലയത്തിനകത്തിരിക്കുമ്പം വ്യഭിചാരകർമ്മത്തിൽ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് യേശു കർത്താവിൻ്റെ മുൻപിൽ നിർത്തി. അപ്പോ ഈ പരീശന്മാർ യേശുവിനെ കൊടുക്കാൻ വന്നതാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ഇതിനു മുൻപ് ഞാനത് പ്രസംഗിച്ചിട്ടുമുണ്ട്. യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ വന്നതാണ്.
യേശുവിനെ കൊടുക്കാൻ, തെറ്റ് ചെയ്യാത്ത കർത്താവിനെ കൊടുക്കാൻ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവനെ കുരുക്കിലാക്കാൻ ഒരു തെറ്റുകാരിയെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ 5-ാമത്തെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇവർ വന്നിട്ട് യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവെ, ഇങ്ങനെയുള്ളവരെ, ഇങ്ങനെ പാപം ചെയ്തവരെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു? നമുക്കറിയാം, ന്യായപ്രമാണത്തിൽ മോശയുടെ തോറയിൽ, പഞ്ചഗ്രന്ഥങ്ങളിൽ പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ, വ്യഭിചാരിണികളായ സ്ത്രീകളെ കണ്ടാൽ എറിഞ്ഞു കൊന്നു കളയുക എന്ന പ്രമാണമായിരുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് ദൈവം കൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണല്ലോ പ്രമാണം. നിനക്കെന്താണ് ഇവളെ കുറിച്ച് പറയാനുള്ളത്? ഇത് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമാജിൻ ചെയ്യാൻ ഒരു കഴിവ് ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ആ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കണം. ആ പള്ളിക്കകത്ത് ഇരിക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണാം. പള്ളിക്കകത്ത് ഇരിക്കുന്ന യേശു, ഹു ഈസ് ഹി? ഈസ് ദ ഫുൾനെസ് ഓഫ് ഗ്രേസ്. അവൻ കൃപയുടെ നിറവാണ്, പൂർണ്ണതയാണ്, അല്ലേ? പള്ളിയിലിരിക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണാം. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പാപിനിയായ ഒരു സ്ത്രീയെ, സിൻഫുൾ ലൈഫ് നയിക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാം. ചുറ്റും ഇങ്ങനെ വിരല് ചൂണ്ടി കുറ്റം പറയുന്ന, ആർഗ്യൂ ചെയ്യുന്ന, കണ്ടമിനേഷൻ എന്ന് പറയുന്ന പോലെ കുറ്റപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഇതിന്നും ഉണ്ട് എന്നുള്ളതാണ്. പാപികളെ, ബലഹീനരായവരെ, ജീവിതത്തിൽ തകർന്നു പോയവരെ ഒക്കെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന, നീ ശരിയല്ല, ഇവള് ശരിയല്ല, അവൻ ശരിയല്ല എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് എല്ലായിടത്തും കാണാം. അത് വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്, സ്കൂളിലുണ്ട്, കോളേജിലുണ്ട്. കുറച്ചും കൂടെ ആഴമായി പറയട്ടെ, സ്കൂളിലും നാട്ടിലും വീട്ടിലും ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആത്മീയ ലോകത്തുണ്ട്, ചർച്ചിനകത്തുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഉണ്ട്. അപ്പൊ എന്തുണ്ട് കുറ്റം കണ്ടുപിടിക്കാൻ? എന്തുണ്ട് ഇവിടെ? ഇപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റിദ്ധരിക്കേണ്ട, ഇതും ഒരു പള്ളിക്കകത്ത് തന്നെ നടക്കുന്ന സാധനം. നോട്ട് ഇൻ ദ ഔട്ട്സൈഡ് ഓഫ് ചർച്ച്, ഇറ്റ്സ് ഇൻ ഇൻസൈഡ്. ഒരു പള്ളിക്കകത്താണ് ഈ സംഭവം നടക്കുന്നത്. കല്ലും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നവൻ ഈ ന്യായപ്രമാണമെല്ലാം നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചവനാണ്. ഇങ്ങനെ പിടിച്ച് കുലിക്കെ ചെവി കൂടൊക്കെ വചനം വീഴുന്ന ആൾക്കാരാണ് അവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, അവരുടെ മനോഭാവങ്ങൾ ശരിയല്ല, അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണ്, അവർ വിമർശകരാണ്, മറ്റുള്ളവരെ എന്ത് അസംബന്ധവും പറയുന്നവരാണ്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നത്, ദാറ്റ് ഈസ് നോട്ട് മൈ സബ്ജക്റ്റ്, ലീവ് ഇറ്റ് ദാറ്റ്. ഓക്കെ, ഈ സ്ത്രീയെ നടുവിൽ നിർത്തിയിരിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ എൻ്റെ ഒരു ചിത്രമാണ്. മുഴുവൻ ആൾക്കാരും അവളെ കുറ്റപ്പെടുത്തുന്നു. ഇവളെ എറിഞ്ഞു കൊല്ലണം, ഇവളെ വധശിക്ഷയ്ക്ക് വിധിക്കണം, ഇവളെ തീർത്ത് കളയണം. ഒരു നല്ല വാക്ക് അവിടെ കേൾക്കാനില്ല, ഒരു നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് ആരും അവിടെ ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ടോ? അവിടെ ഇരിക്കുന്ന യേശു ഈ പാപിനിയായ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഈ ആർഗ്യൂ ചെയ്യുന്നവരോട് സംസാരിക്കുന്നു. ഒരു മീഡിയേറ്ററായി, ഒരു അഡ്വക്കേറ്റായി, ഒരു ഇടനിലക്കാരനായി അവൾക്ക് വേണ്ടി യേശു ഇടയ്ക്ക് കയറുന്നു. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ കല്ലെറിയട്ടെ, ഒന്നാമതെറിയട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, അവർ ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ട് മൂത്തവരും ഇളയവരും മടങ്ങിപ്പോയി. എന്നാ അവിടെ സംഭവിച്ചത്? കൃപ പാപിയെ സഹായിക്കുന്നു, കൃപ പാപിയെ രക്ഷിക്കുന്നു. Who is Jesus? Jesus Christ is the fullness of grace. യേശുക്രിസ്തു ആരാണ്? അവൻ കൃപയുടെ നിറവാണ്. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നതാണ്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1 വേർഡ് 16 and 17 യോഹന്നാൻ 1:16-17 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചിരിക്കുന്നതാണ്. ഈസ് നോട്ട് ഓൺലി ദ ഗ്രേസ്, ഈസ് ദ ഗ്രേസ് ഫോർ ഗ്രേസ്. ഹല്ലേലൂയ. അപ്പം കൃപ ആരെ സഹായിക്കുന്നു? കൃപ പാപിയെ സഹായിക്കുന്നു.
നിങ്ങൾക്ക് സന്തോഷമായോ? പാപിനിയായ സ്ത്രീയെ കൃപയാകുന്ന കർത്താവ് അവളുടെ പാപങ്ങൾ, നീ എത്ര സ്ഥലത്ത് പോയിട്ടുണ്ട്, നീ എവിടൊക്കെ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, നീ എത്ര വർഷമായി ഇങ്ങനെ ജീവിക്കുന്നു, നോ മോർ ക്വസ്റ്റ്യൻസ് ഈസ് ദയർ, നോ പോസ്റ്റ്മോർട്ടം. ഇപ്പോഴും മനസ്സിലാക്കണം, ചകയാൻ യേശു വരത്തില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവനല്ല യേശു. ചകഞ്ഞെടുത്ത് ഇതെങ്ങനെയാണ് സംഭവിച്ചെന്ന് നമുക്ക് CBI, ചർച്ചിനകത്തൊക്കെ CBIയും DGPമാരും ഒക്കെ ഉണ്ട്, ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ ഉണ്ട്. പക്ഷെ യേശു അങ്ങനെയല്ല. ഞാൻ കണ്ടിട്ടുള്ള യേശു അങ്ങനെയല്ല. ഈ യേശു ക്രിസ്തു ഫൊർഗീവ്നെസ് ആണ്, അവൻ ക്ഷമിക്കുന്നവനാണ്, യേശു കരുതുന്നവനാണ്. യേശുവിൻ്റെ അകത്തൊരു CBI ഇല്ല, യേശുവിൻ്റെ അകത്തൊരു DGP ഒന്നും ഇല്ല. യേശു കർത്താവ് അവൻ സ്നേഹമാണ്. ഈസ് എ ലവ്. ഇഷ്ടപ്പെടുന്നില്ല അല്ലേ ചിലർക്ക്? പുസ്തകം വായിച്ചാൽ മതി, അപ്പം മനസ്സിലാവും. ഗാഡ് ഈസ് ലവ്. ഏതോസത്തിലുള്ള വാക്യമാണ്, ദൈവം സ്നേഹമാണ്. നിങ്ങളുടെ അകത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾ അങ്ങനെ ആകാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം ആരാണ്? ദൈവം സ്നേഹമാണ്, സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. അപ്പം ചില ആൾക്കാർ, ഇപ്പം ബാക്കിയുള്ള ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, ബ്രദർ പറയുന്നത് ശരിയാണല്ലോ, പക്ഷെ ഈ കർത്താവിനെ അറിഞ്ഞവര് അവരിൽ സ്നേഹമൊന്നും കാണുന്നില്ലല്ലോ. എൻ്റെ വാക്കല്ല, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ വർഗീസ് പറഞ്ഞ വാക്ക് പറയാം. യേശു വളരെ നല്ലവനാണ്, പക്ഷെ യേശുവിൻ്റെ ആൾക്കാർ അത്ര നല്ല ആൾക്കാരല്ലെന്നാ പുള്ളി പറഞ്ഞു. യേശു വളരെ നല്ലവനാണ്, പക്ഷെ യേശുവിൻ്റെ ആൾക്കാർ അത്ര നല്ലതല്ലെന്നാ പുള്ളി പറഞ്ഞത്. എൻ്റെ വാക്കല്ല, ഞാനത് ആ വാക്ക് കടമെടുത്ത് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ യേശു സ്നേഹമാണ്, അവൻ കൃപയുടെ പൂർണ്ണതയാണ്, അവൻ അതിൻ്റെ നിറവാണ്, അവൻ പാപിയെ സഹായിക്കുന്നു. ഇനി നിങ്ങൾ കേട്ടോണം. അപ്പം നിങ്ങൾ പറയും, ആഹാ കൊള്ളാലോ, അപ്പൊ എന്ത് പാപവും ചെയ്തിട്ട്, എന്ത് കുഴപ്പവും കാണിച്ചിട്ട്, എന്ത് തെറ്റും ചെയ്തിട്ട് അവൻ കൃപയായതുകൊണ്ടും കൃപയുടെ പൂർണ്ണത ആയതുകൊണ്ടും ഇനി നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ. എന്തേലുമൊക്കെ ചെയ്തിട്ട്, എന്ത് പാപവും ചെയ്തിട്ട്, പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ വള്ളത്തിൽ വെള്ളം കയറുമ്പം കോരി കളഞ്ഞാൽ മതിയല്ലോ, ഇനി കൃപയുടെ കാലമായതുകൊണ്ട് എങ്ങനെയും ജീവിക്കാമല്ലോ എന്നാണോ? ഒരിക്കലുമല്ല. നെവർ, ഒരിക്കലുമല്ല. കൃപ ഇവിടെ പാപിയെ സഹായിക്കുന്നു. അതിനാണ് ഞാൻ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 8 എടുത്തത്. കൃപ ഇവിടെ പാപിയെ സഹായിക്കുന്നു, പക്ഷേ അവളുടെ പാപത്തിൽ നിന്ന്, മരണശിക്ഷയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് അവളെ വിടുവിച്ചതിന് ശേഷം യേശു അവളോട് പറയുന്നുണ്ട്, പോകാ, ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. പോകാ, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. പക്ഷേ രക്ഷകനായ ക്രിസ്തു പറയുന്നു, വരുവാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ പെട്ടുപോകാതിരിക്കണമെങ്കിൽ എന്നെ അറിഞ്ഞ വ്യക്തിയെ, എന്നെ അനുഗമിക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ പൈതലേ, കൃപയെന്ന് പറയുന്നത് പാപം ചെയ്യുവാനുള്ളതായ ഒരു ലൈസൻസ് അല്ല, പാപം ചെയ്യാതിരിക്കാനുള്ളതെന്നാണ്. ഹല്ലേലൂയ. അതാണ് പാസ്റ്റർ ജിജി കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തില് പൗലോസ് പറയുന്നത്, അവോയ്ഡ് ടു റൈച്ചസ്നെസ് ആൻഡ് സിൻ നോട്ട് എന്ന് പറഞ്ഞാൽ, നീതിബോധത്തിൽ ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പക്ഷെ എൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ, നീതിബോധം ലഭിച്ചവൻ, ദൈവകൃപയിലേക്ക് വന്നവൻ, യേശുവിൻ്റെ കൃപ, ആ അൺമെറിറ്റഡ് ലവ്, ആ സ്നേഹം ആഴമായി അനുഭവിക്കുന്നവന് പിന്നീട് കർത്താവിനെ വിഷമിപ്പിക്കാൻ, പാപം ചെയ്യാൻ കഴിയത്തില്ല എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സത്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ പദം എഴുതിയിരിക്കുന്നത്, സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിനരികിലേക്ക് വരിക. എപ്പോഴും മനസ്സിലാക്കണം, നമ്മളുടെ അകത്ത് നെഗറ്റീവായ ഒരു തോട്ട്സ് കയറിയാൽ, ഒരു ചിന്ത കയറിയാൽ, നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, നമ്മുടെ ബോൾഡ്നെസ് ആണ്, നമ്മുടെ ധൈര്യം എല്ലാം പോകും, എല്ലാ കോൺഫിഡൻസും പോകും. എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസുകൾ ഉണ്ടായാൽ, ചെറുപ്പക്കാരെ നിങ്ങൾക്കിത് മനസ്സിലാക്കുമല്ലോ, വളരെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടായാൽ, എന്തെങ്കിലുമൊക്കെ കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ജീവിതത്തിൽ പറ്റിപ്പോയാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ദൈവസന്നിധി നിൽക്കാനുള്ള, വീണ്ടും ചെല്ലാനുള്ള എല്ലാ പ്രാഗൽഭ്യങ്ങളും, കോൺഫിഡൻസും, ബോൾഡ്നെസ്സും എല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു,
Let us therefore come boldly to the throne of grace. സഹായത്തിനുള്ള കൃപ ലഭിക്കാൻ ധൈര്യത്തോടെ, പേടിക്കണ്ട, മകളെ ഭയപ്പെടണ്ട, ആകുലപ്പെടണ്ട. ഞാൻ ഇനി ചെന്നാൽ എന്നോട് കർത്താവ് ക്ഷമിക്കുവോ, എന്നെ അംഗീകരിക്കുവോ, എന്നെ സ്നേഹിക്കുവോ, എന്നെ ഒന്നും ഭയപ്പെട, ധൈര്യത്തോടെ. ഹല്ലേലൂയ. എവിടേക്കോ ആരുടെയൊക്കെയോ കറേജുകൾ, ബോൾഡ്നെസ്സുകൾ, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഇനി ദൈവത്തിന് പോലും എന്നെ വേണ്ട, അവൻ പോലും ഇനി എടുക്കുകയില്ല, ആരും എടുക്കാത്തൊരു ഉൽപ്പന്നമാണ്, പ്രോഡക്റ്റാണ് ഞാൻ എന്നുള്ള ചിന്തയിലിരിക്കുന്ന ആ ചെറുപ്പക്കാരനോട്, ആ ചെറുപ്പക്കാരിയോട്, എൻ്റെ പ്രിയ സഹോദരനോട്, സഹോദരിയോട്, ദൈവവൈതലിനോട് കർത്താവ് പറയുന്നു, ധൈര്യമായിട്ട് വരിക. എല്ലാവരിലും ബലഹീനതകളുണ്ട്, എല്ലാവരിലും കുറവുകളുണ്ട്, എല്ലാവരിലും, ആരും ഈ ഭൂമിയിൽ പൂർണ്ണരല്ല. കംപ്ലീറ്റ് ആയിട്ടുള്ളത്, പൂർണ്ണൻ എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ലവ് ഈസ് ജീസസ്. ഓ, ദ കംപ്ലീറ്റ് ഹോളി പേഴ്സൺ ഈസ് ജീസസ്. പൂർണ്ണ വിശുദ്ധൻ യേശു കർത്താവാണ്. പൂർണ്ണ സ്നേഹം യേശുവിലാണ്. ആ ഫുൾനെസ് അവനിലാണ്. ഞാൻ ക്രിസ്തുവിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവനിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവനിൽ വാഴുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ ആ കൃപാസനത്തിന് അരികിലേക്ക് വരിക. ഇതാണ് പത്രോസിന്റെ സംഭവത്തിൽ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കറിയോ, യേശുവിനെ വീണ്ടും പത്രോസ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ യോഹന്നാൻ പറഞ്ഞില്ലേ, നെറ്റ് ഫുള്ളായപ്പോൾ, ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 20 അല്ലേ, വായിച്ചിട്ടില്ലേ? നെറ്റ് ഫുള്ളായപ്പോൾ, വല നിറഞ്ഞപ്പം യോഹന്നാൻ പറഞ്ഞു, അയ്യോ അത് കർത്താവാന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് യേശുവാന്ന് പറഞ്ഞു. കർത്താവാന്ന് അറിഞ്ഞപ്പം പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ എടുത്ത് കടലിൽ ചാടി. എന്താ കടലിൽ ചാടിയതിന്റെ കാരണം? യേശുവിനെ ഫേസ് ചെയ്യാനുള്ള മടി, അവന്റെ ആ ബോൾഡ്നെസ്സും കറേജും എല്ലാം നഷ്ടപ്പെടും. എന്താ അതിന്റെ റീസൺ? കുറച്ച് ദിവസം, 3 ദിവസം മുമ്പ്, ചില ദിവസങ്ങൾക്ക് മുമ്പ് തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവിനെ അവൻ തള്ളി പറഞ്ഞു. വീണ്ടും ആ പഴയ പടകും വലയെടുത്തു. അപ്പോൾ ആ ബോൾഡ്നെസ്സും ആ കറേജും ആ ബലവും എല്ലാം പോയി. വീണ്ടും അത് യേശുവാന്ന് അറിഞ്ഞപ്പം, കർത്താവ് അടുത്ത് വന്നെന്ന് അറിഞ്ഞപ്പോ അവൻ വീണ്ടും ആ കടലിലോട്ട് എടുത്ത് ചാടുക. കാരണം പുള്ളിയുടെ ധൈര്യം ചോർന്നു പോയി, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. യേശുവിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ഇങ്ങനെ ഒരു ചിന്ത ഇന്നെന്നെ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ദൈവസന്നിധിയിൽ എങ്ങനെ പോയി നിൽക്കും? ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ ഇനി എങ്ങനെ ആരാധിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? പക്ഷെ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തള്ളിപ്പറഞ്ഞാണയിട്ട് പ്രാഗി ഇറങ്ങിപ്പോയ പത്രോസിനെയും കാത്താണ് യേശു അവിടെ നിൽക്കുന്നത്, കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട്. ഈ തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാരെ വീണ്ടും ആ പടകും വലയും എടുത്ത് തന്നിൽ നിന്ന് ദൂരെയായി പോയ ഈ ശിഷ്യഗണങ്ങളെ കാണാൻ വേണ്ടിയാണ് യേശു കർത്താവ് അപ്പവും മീനും ചുട്ട് അവിടെ കാത്തു നിന്നത്. തള്ളിപ്പറഞ്ഞ പത്രോസിനെ കാത്ത് കർത്താവ് ആ കടൽക്കരയിൽ കാത്തു നിൽക്കുന്ന കാഴ്ച, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളോടൊക്കെ ദൈവത്തിന് പറയാനുള്ളൊരു സന്ദേശമാണ്. പാട്ടുകാരൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ പാടിയതുപോലെ, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിന തീയും പകർന്നു തന്നെന്നെ നീ, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ, ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷക, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം
കാത്തിരുന്നെന്നെ നീ ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാണിയല്ല വേദന നാശത്തിലായൊരു രക്ഷിക്കാൻ ആശിച്ചതല്ലയോ ആരോധനം ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാണിയല്ല വേദന നാശത്തിലായൊരു രക്ഷിക്കാൻ ആശിച്ചതല്ലയോ ആരോധനം എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെ നീ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിങ്ങനെ പാടാൻ കഴിയും? ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര ചെറുപ്പക്കാർക്ക്, എത്ര സഹോദരന്മാർക്ക്, എത്ര പ്രിയപ്പെട്ടവർക്ക് പാടാൻ പറ്റും ഈ സത്യം? ഇതൊരു സത്യമാണ്. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിനായി തീയും പകർന്നു തന്നെന്നെ നീ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തിരുന്നെന്നെ നീ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തുനിന്നെന്നെ നീ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും ഇങ്ങനെ എത്ര ദൂരം നീട്ടി പാടിയത് അത്രയും ദൂരം പോയത് കൊണ്ടാണ് പലരും. എത്ര നേരം ഒന്ന് നീട്ടിപ്പാടിയത് കർത്താവ് അത്രയും നേരം നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ്. തള്ളിക്കളഞ്ഞ, തള്ളിപ്പറഞ്ഞ, ആണയിട്ട് പ്രാഗി ഇറങ്ങിപ്പോയ ആ പത്രോസ് യേശുവാണ് കടൽക്കരയിൽ നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ, ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ അവനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പേടിച്ച് കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ട്, ബോൾനെസ് എല്ലാം നഷ്ടപ്പെട്ട് എടുത്ത് വെള്ളത്തിൽ ചാടി ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പത്രോസിനെ വീണ്ടും മാറോടണച്ച്, യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചേർത്ത് പിടിച്ച് ചോദിച്ച യേശുവിനെ ഞാൻ ഈ തിരുവെഴുത്തിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആരും നിങ്ങളെ ചേർത്ത് പിടിക്കാനില്ലേ? നിങ്ങൾ സ്നേഹിച്ചവർ, നിങ്ങൾ കരുതിയവർ നിങ്ങളെ സ്നേഹിക്കാതെ, നിങ്ങളെ കരുതാതെ മറന്നു കളയുമ്പോഴും, നിങ്ങൾ അകന്നുപോയ, പലപ്പോഴും മറന്നുപോയ കർത്താവ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പം നിങ്ങളെങ്ങനെ അരികിലോട്ട് ആ കർത്താവ് ചേർത്ത് പിടിക്കുകയാണ്. രണ്ടാമതും ഈ പീറ്ററിനോട് യേശു ചോദിച്ചു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മൂന്നാമത് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ പൊട്ടിക്കരഞ്ഞോണ്ട് കെട്ടിപ്പിടിച്ച് പറയുകയാണ്, കർത്താവേ, നീ സകലതും അറിയുന്നു. നീ എൻ്റെ ഹൃദയം അറിയുന്നു, നീ എൻ്റെ ഉൾപ്പൂവുകളെ അറിയുന്നു, നീ എൻ്റെ അവസ്ഥ അറിയുന്നു, നീ എൻ്റെ ഇമോഷണൽ ഫീലിങ്സ് അറിയുന്നു, നീ എൻ്റെ പ്രസന്റ് സിറ്റുവേഷൻ അറിയുന്നു. ലോർഡ്, യു നോ എവറിത്തിങ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ധൈര്യത്തോടെ, പേടിക്കാതെ, കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ ആ കൃപാസനത്തിനരികിലേക്ക് മടങ്ങി വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. ഇന്നത്തെ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നെങ്കിലും, ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം കൂടി ഇങ്ങനെ പറയട്ടെ. ലൂക്കോസ് 7:47 എഴുതിയിട്ടുണ്ട്, അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അധികം വിളച്ച് കിട്ടിയവർ അധികം സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ഒത്തിരി പാപങ്ങളെ ക്ഷമിച്ചില്ലേ? അതുകൊണ്ട് ഒത്തിരി സ്നേഹിക്കാം. കർത്താവ് നിങ്ങളെ ഒത്തിരി നേരം കാത്തിരുന്നില്ലേ?
അതുകൊണ്ട് അവന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ചെറുപ്പക്കാരി, യൗവനക്കാര, സഹോദര, സഹോദരി, ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാമോ? കൈക്കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്ന. ഭയം വേണ്ട, ശങ്കിക്കേണ്ട. വാവക്കൽ നെയ്യുന്ന ആരെയൊക്കെയോ കർത്താവ് ഇന്ന് തൊടുന്നു. ജിജി പാസ്റ്ററെ, ആരെയൊക്കെയോ ദൈവദാസന്മാരെ ഇന്ന് രാത്രി മീറ്റിംഗിൽ യേശു സ്പർശിക്കുന്നു. ചിലർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണേ, ഇനി ഞാൻ ആ പഴയ വഴിയിൽ പോകില്ല കർത്താവേ, ഇനി ഞാൻ മദ്യപിക്കില്ല കർത്താവേ, ഇനി ഞാൻ ആ പ്രൊണോഗ്രഫി കാണത്തില്ല കർത്താവേ, ഇനി ഞാൻ ആ വഴിയിൽ യാത്ര ചെയ്യില്ല കർത്താവേ, ഇനി ഞാൻ അങ്ങേ വേദനിപ്പിക്കില്ല കർത്താവേ, ഇനി ഞാൻ ആ തെറ്റായ ബന്ധത്തിൽ നിനക്കിതമില്ലാത്ത വഴികളിൽ യാത്ര ചെയ്യില്ല കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, യേശു പറയുന്നു, നീ ഏത് ജാതിയോ മതമോ ആകട്ടെ, ദൈവം അതൊന്നും നോക്കുന്നില്ല. കർത്താവ് മനുഷ്യ, നിന്നെ യൗവനക്കാരി, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. എത്ര റൂട്ട് തെറ്റിപ്പോയെങ്കിലും, എത്ര ട്രാക്ക് തെറ്റിപ്പോയെങ്കിലും യേശു നിന്നെ ആ റൈറ്റ് ട്രാക്കിലേക്ക്, ആ റൈറ്റ് പാത്തിലേക്ക് രാത്രി വലിച്ചിടുകയാ. ഹല്ലേലൂയ. കൈക്കൊള്ളാതെ തള്ളൂ എന്ന് ഒട്ടും വേണ്ട സംശയം. രക്ഷിതാവ് നിന്നെ ഇന്ന് സ്നേഹത്തോടെ കാണുന്നു. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട. വാവങ്കൽ നീയുണ്ട്. എല്ലാ ഭയവും പോകട്ടെ. ഭയം വേണ്ട, ശങ്കിക്കേണ്ട. വാവങ്കൽ നീയുണ്ട്. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട. വാവങ്കൽ നീയുണ്ട്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട. നിങ്ങളുടെ പാസ്റ്റിനെ ഓർത്ത്, നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ, ഹല്ലേലൂയ. എത്ര നാൾ വൃഥാവായി ഓടി, എത്ര നാൾ ഞാൻ വൃഥാവായി ഓടി, പ്രയോജനമില്ലാത്ത കാര്യങ്ങളുടെ പിറകിൽ പോയി. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ യേശു നിന്നെ വിളിക്കുകയാണ്. ആ കൃപാസനത്തിനരികിലേക്ക് നമുക്ക് ഓടി വരാം, ധൈര്യത്തോടെ ഓടി അണയാം. ഹല്ലേലൂയ. എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ. എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ. ഇന്നു തന്നെ
ശങ്കിക്കേണ്ട വാവങ്ങൾ നീയുണ്ട്, ഭയം വേണ്ട ശങ്കിക്കേണ്ട വാവങ്ങൾ നീയുണ്ട്. ഇന്ന് രാത്രി ആ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കാൻ, എന്റെ ജീവിതം ഞാൻ കർത്താവിനായി തരുന്നു, എന്റെ ഉള്ളം ഞാൻ യേശുവിനായി തരുന്നു. അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൈക്കൊള്ളാതെ തള്ളുമെന്ന നിങ്ങൾക്കൊട്ടും ഭയം വേണ്ട, സംശയം വേണ്ട. കർത്താവ് നിങ്ങളെ കൈവിടില്ല കുഞ്ഞുങ്ങളെ. ധൈര്യത്തോടെ യേശുവിനോട് പ്രാർത്ഥിച്ച്, അപ്പാ യേശുവേ, കർത്താവേ, നിന്റെ പരിശുദ്ധമായ രക്തത്തിൽ എന്നെ കഴുകണമേ. നീ എന്റെ സ്വന്തമാ കർത്താവേ. എന്നെ നിന്റെ രക്തത്താൽ സ്വന്തമാക്കിയതിന് നന്ദി യേശുവേ. എന്റെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. എന്റെ ഉള്ളം, എന്റെ ജീവിതം ഞാൻ യേശുവിനായി തരുന്നു. എന്റെ ജീവിതം ഞാൻ യേശുവിനായി തരുന്നു. യേശുവേ, എന്റെ ഉള്ളത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചേ. ആ വലിയ കൃപയ്ക്കുമേൽ കൃപ നിങ്ങളെ സഹായിക്കും, നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ വിടുവിക്കും. കർത്താവിന്റെ കരങ്ങളിലോട്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് കേട്ട ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെ, സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന്റെ വഴിയിൽ നടക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികളെ വിളിക്കുക. നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ കണക്റ്റഡ് ആകുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി നിങ്ങൾക്കുണ്ട്.